സച്ചേട്ടാ, സച്ചേട്ടാ വേണ്ട. നീ ആരെ പറ്റി പറഞ്ഞെന്നറിയോ? വേണ്ട. നീ എന്താ കരുതിയേ? ഏട്ടത്തിയുടെ പേര് പറഞ്ഞാ നിന്നെ വിശ്വസിക്കുന്നു കരുതിയോ? സച്ചേട്ടാ, നിന്നെ സച്ചേട്ടാ വേണ്ട. അർച്ചന ആണെന്താ തന്ത്രം വരെയെന്നോ? എന്റെ ഏടത്തെ പറ്റി കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, കമ്പനിക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചോളാണ് എന്റെ ഏടത്തി. പ്ലീസ്, നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കേ. എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. ഇവർ കമ്പനിക്ക് വേണ്ടി അല്ല ജോലി ചെയ്യുന്നത്, ഇവർക്ക് വേണ്ടിയാ. കള്ളിയൊക്കെ ശ്രമിക്കണോ? ഇവര് കള്ളി ആയതുകൊണ്ടാ കള്ളിയാണെന്ന് പറഞ്ഞത്. പുറത്താക്കി ഗേറ്റ് എടുക്കടാ. പിരിച്ചു വിട്ടേക്കുവനെ, ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ നശിച്ചു. നീ നശിച്ചു. ഇറങ്ങി പോടാ. സച്ചേട്ടാ, ചേച്ചി, 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 എന്താ പറ്റേ? ഇത്തിരി വെള്ളം എടുത്തേ. ചേച്ചി, ചേച്ചി, മോളെ, ചേച്ചി, അവന്തി മോളെ. ഈശ്വര, എടുത്തേ ചേച്ചി. എനിക്ക് നടക്കെടുത്തേ. സൂക്ഷിച്ച് പതുക്കെ വാ ചേച്ചി. കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചി. ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കിനി മരിച്ചാ മതി. ഞാനെന്തിനാ ഇത്രയും നാണം കെട്ടിനെ ജീവിച്ചിരിക്കുന്ന? ചേച്ചി, ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്താ കേൾക്കാനുള്ളത്? എനിക്കിനി ജീവിക്കണ്ട. ഇത്രയും കാലം നിങ്ങളും കമ്പനി എന്ന് പറഞ്ഞ് ജീവിച്ച ഞാൻ ഒരു ചില്ലിക്കാശ് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. എന്നെ കള്ളിയെന്ന് അവൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലേ? ഇങ്ങനെയാണോ അവന്തിക നീ ഞങ്ങളെ പറ്റി കരുതിയത്? അവൻ എന്തും പറയാം, പക്ഷെ നീ അങ്ങനെയാണോ ഈ വീട്ടിൽ? എടുത്തി വിഷമിക്കണ്ട. അതൊക്കെ അവന്റെ അടവാണെന്ന് ഞങ്ങൾക്കറിയാം. പിടിച്ചേ എടുത്തി, വാ നമുക്ക് മുറി പോവാം. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ കേട്ടപ്പോ എനിക്കൊന്ന് സ്വസ്ഥായിട്ട് ഇരുന്നാ മതി. ചേച്ചിയുടെ ചിരിയൊന്നും ഞാൻ അപ്പ കണ്ടില്ലല്ലോ. എല്ലാം കൂടെ എങ്ങനെ ചെന്ന് അവസാനിക്കുന്ന പേടിയായിരുന്നു എനിക്ക്. നനയും പൊള്ള കുളിരേ ഉള്ള എനിക്ക്. അത് കഴിഞ്ഞാ പിന്നെ കുളിരില്ല. അവരാദ്യം അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ആ പേടി മാറിയത് അതിനെ പ്രതിരോധിക്കണം എന്നുള്ള വാശി വന്നപ്പോഴാ. ഇല്ലെങ്കി വീണു പോയേനെ. എല്ലാം താത്ത പറയുന്ന പോലെയല്ലേ അയാൾ പറഞ്ഞത്. പക്ഷെ അതാരും വിശ്വസിക്കാതിരുന്നതാ ചേച്ചിയുടെ വിജയം. അവൻ വെറും ഡമ്മിയാണെന്ന് അവൻ നേരത്തെ തോന്നിയതാ. അതുകൊണ്ടാ അവൻ എല്ലാ രേഖകളും നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചത്. ഇപ്പോഴും അത് അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അതല്ലേ അയാൾ വെല്ലുവിളിച്ചു പോയത്. അതൊക്കെ അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ വാങ്ങണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇല്ലെങ്കിൽ അതെന്റെ കാൽ കീഴിൽ കൊണ്ടുവച്ച് സാഷ്ടാംഗം പ്രണമിപ്പിച്ച് മാപ്പ് പറയിക്കാനും എനിക്കറിയാം. സത്യത്തിൽ സച്ചി സന്ദീപും അങ്കിളും ഒക്കെ മണ്ടന്മാരാണോ അതോ മണ്ടന്മാരെ പോലെ നടിക്കുകയാണോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? ഇത്രയും ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടന്നിട്ട് അതൊന്ന് കണ്ടുപിടിക്കാൻ പോലും മെനക്കെടാതെ ചേച്ചിയുടെ നാടകം കണ്ട് ഒക്കെ സമ്മതിക്കാം. അതാണ് വിശ്വാസം. നമ്പിക്കൊടുത്താൽ നഞ്ചും കുടിക്കും ലോകം എന്നൊരു പഴമൊഴിയുണ്ട്. വിശ്വാസം ഉണ്ടായാൽ മതി. പിന്നെ നമ്മൾ പറയുന്നതേ ആരും കേൾക്കൂ. അതുണ്ടാക്കിയെടുക്കാനാ ഞാൻ നിന്നോടും പറയുന്നത്.
എന്താ എടുത്തേ? വേണ്ട മോളെ. കണ്ണടച്ച് വിശ്വസിച്ച ഇങ്ങനെ എടുത്തേ ഓരോരുത്തർ ചെയ്യുന്നത്. എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് കൂടെ നിർത്തിയതാ. എന്നിട്ട് എല്ലാ തട്ടിപ്പും നടത്തി അവസാനം എടുത്തിട്ട് തള്ളി വെച്ചില്ലേ? എത്ര ലക്ഷം രൂപയാ അയാള് കള്ളക്കണക്ക് കാണിച്ച് തട്ടിയെടുത്തോണ്ട് പോയത്? ആലോചിക്കാനേ വയ്യ. ഇന്നലെ വന്ന നിനക്ക് പോലും എന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലായല്ലോ മോളെ. പിന്നെ ഏട്ടത്തി എന്തിനാ സങ്കടപ്പെടുന്നേ? നിങ്ങളൊക്കെ കൂടെയുള്ളപ്പോ എനിക്കിതൊക്കെ താങ്ങാൻ പറ്റും. ഇനി എടുത്തി നല്ലപോലെ ശ്രദ്ധിക്കണം. അയാള് ദേഷ്യത്തിന് എന്തെങ്കിലും ചെയ്താലോ? ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ മോളെ. ഇനി അയാൾക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുക വേണ്ടത്. അയാൾ തട്ടിയെടുത്ത പണം തിരികെ അയാളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് തിരിച്ചു പിടിക്കേണ്ടതാ. അതൊക്കെ ആലോചിക്കണം ചേച്ചി. അവനെ അങ്ങനെ വിടാൻ പാടില്ല. കേട്ടില്ലേ? വീടിന്റെ ഐശ്വര്യാണെന്ന്. ഐശ്വര്യല്ല, ഈ വീടിന്റെ അന്തകയാണ് അവന്തികയെന്ന് അവക്കറിയില്ലല്ലോ. എന്നും എനിക്ക് വേണ്ടി വിരിച്ചിരുന്നല്ലേ, ഇന്ന് ഞാനൊന്ന് വിരിച്ചു നോക്കാം. സജേട്ടാ, ശ്ശോ, വേണ്ട. ഞാൻ വിരിച്ച എന്താ കുഴപ്പം? ഞാൻ വിരിച്ചോളാം. ഇന്നും താനല്ലേ എനിക്ക് വിരിച്ചിരുന്നത്. ഇന്ന് ഞാൻ നോക്കട്ടെ. വേണ്ടാന്നേ, ഞാൻ വിരിച്ചോളാം. എന്നാ പിന്നെ നാളെ മുതലേ എന്റെ ഷീറ്റ് ഞാൻ തന്നെ വിരിച്ചോളാം. താൻ വിരിച്ചു പോകരുത്. അയ്യോ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണോന്ന് പറഞ്ഞില്ലേ? ശ്ശോ, വേണ്ട. വേണം സച്ചേട്ടാ, വേണ്ട, ഇങ്ങ് താ. മിണ്ടരുത്. ഇവിടെ വന്നിരുന്നേ. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം, കേട്ടല്ലോ? ഓക്കെ, ഫിനിഷ്ഡ്. വന്ന് കിടന്നോളൂ. എത്ര കാലം എനിക്കിങ്ങനെ സച്ചേട്ടൻ വിരിച്ചു തരും? ടെൻഷനാവണ്ട. ഇത്ര കാലം ഒന്നും ഇല്ല സച്ചേട്ടാ. ഓർമ്മകളിൽ സൂക്ഷിക്കാൻ തവണകൾ ഒത്തിരി വേണമെന്നില്ലല്ലോ. തന്റെ ഒരു ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരവില്ല. പക്ഷേ തന്റെ ചോദ്യങ്ങളൊക്കെ എന്റെ നെഞ്ചിലെ തറയ്ക്കുന്നെന്ന് താൻ അറിയണം. കൊടുങ്കാറ്റിൽ പെടുന്ന മനുഷ്യന്റെ അവസ്ഥയില്ലേ, ഒരു കിളി ചലിച്ചാൽ പോലും ഭയന്ന് വിറച്ചു പോവും. അതാ ഇപ്പൊ എന്റെ അവസ്ഥ. സോറി സച്ചേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. താൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. അതിലേറെ എനിക്ക് വേണ്ടി എന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ നോക്കി ചെയ്യുമ്പോൾ ഞാനായിട്ട് തനിക്ക് എന്തെങ്കിലും ചെയ്തു തരണ്ടേ? ഇടയ്ക്കെങ്കിലും തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ നോ എന്ന് പറയരുത്. എടുത്ത് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കൊണ്ടുകൊടുത്തു. പാവം ആകെ സങ്കടത്തിലാ. ഞാൻ ആദ്യമായിട്ടാ എടുത്ത് ഇങ്ങനെ ഡൗൺ ആയിട്ട് കാണുന്നത്. അത് കാണാനുള്ള കരുത്തില്ലാത്തോണ്ടാ ഞാൻ അങ്ങോട്ട് പോകാതിരുന്നത്. ആൾക്കാരുടെ സിമ്പതി ഏട്ടത്തിക്ക് ഇഷ്ടമല്ല. എടുത്തിയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ആലോചിച്ചപ്പോ ഞാനാണല്ലോ ഇതിനൊക്കെ കാരണക്കാരി. ഏയ്, അങ്ങനൊന്നുമില്ല. ഒരു കണക്കിന് അത് വളരെ നന്നായി. ഇല്ല സച്ചേട്ടാ, ഞാൻ ആവശ്യമില്ലാതെ ഇടപെട്ടുന്നാ എനിക്ക് തോന്നുന്നത്. സച്ചേട്ടനും എടുത്തിയൊക്കെ നോക്കി ഓക്കെ പറഞ്ഞ ഫയല് ഞാനായിട്ട് ഇനി എടുത്തി എന്ത് കരുതുവോ? ഹേയ്, അങ്ങനെയൊന്നുമില്ലടോ. കമ്പനി വളർന്നതിന്റെ പിന്നിലെ സ്ട്രോങ് പില്ലർന്ന് ഏട്ടത്തെ വിളിക്കാം.
അച്ഛൻ നല്ലൊരു ആർക്കിടെക്റ്റാണ്. ഒരു വീടുണ്ടാക്കുമ്പോൾ അതിൽ നിറച്ച് സ്നേഹം പൊതിഞ്ഞു കൊടുക്കണമെന്ന് അച്ഛന്റെ വാദം. സ്നേഹം കൊണ്ട് മാത്രം വീടുണ്ടാവില്ലെന്ന ഏട്ടത്തിയുടെ വാദം. അങ്ങനെ ഏട്ടത്തിയുടെ ബിസിനസ് ആറ്റിറ്റ്യൂഡും അച്ഛന്റെ ഡിസൈനിങ് സ്കില്ലും കൊണ്ടാണ് നെല്ലിശ്ശേരി കൺസ്ട്രക്ഷൻസ് വളർന്നത്. വർഷങ്ങളായി ഏട്ടത്തിയുടെ വിശ്വസ്തന ആ മാനേജര്. അയാൾ എന്തിനാ പിന്നെ ഏട്ടത്തെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞേ? അമിതമായിട്ടുള്ള വിശ്വാസം ഏട്ടത്തിക്ക് അയാളിലുണ്ടായിരുന്നു. അത് അയാൾ നല്ലതുപോലെ മുതലെടുത്തു. പിടിക്കപ്പെട്ടപ്പോ എല്ലാം ഏട്ടത്തിയുടെ തലയിൽ വെച്ചു. അത്രമാത്രം. ഏടത്തി എന്തുമാത്രം തകർന്നുപോയി. ഒന്നിനു പിറകെ ഒന്നായി കള്ളങ്ങൾ അയാൾ പറയുമ്പോൾ ഏടത്തി നിന്നുരുകയായിരുന്നു. ഒരു പരിധിയിൽ കൂടുതൽ കമ്പനിയിലെ പ്രധാനപ്പെട്ട സീറ്റുകൾ കൈകാര്യം ചെയ്യുന്നവരെ വിശ്വസിക്കരുതെന്ന പാഠം അയാള്. ഏട്ടത്തിക്ക് ഇങ്ങനെ പണം തട്ടണമായിരുന്നെങ്കിൽ അതെന്നേ ആവായിരുന്നു. സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഏട്ടത്തിക്കുണ്ടോന്ന് സംശയം. പക്ഷേ കമ്പനികൾക്ക് കോടികളുടെ നഷ്ടമുണ്ട് സച്ചേട്ടാ. അത് എവിടെ ആരാണ് കൊണ്ടുപോയതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇപ്പോ അതൊന്നും നടക്കില്ല. ഒന്നാമത് അയാളെ പിണക്കി വിട്ടു. നമ്മുടെ എല്ലാ ക്ലയൻസുമായി അയാൾക്ക് നല്ല ബന്ധമാണ്. എല്ലാ സർക്കാർ ഓഫീസുമായും ഉദ്യോഗസ്ഥരുമായും അയാൾ നല്ല ടൈംസിലാ. അയാൾ ഒരാൾ വിചാരിച്ച ചിലപ്പോ ഒരുപക്ഷെ കമ്പനി തകരും എന്ന് കരുതി നമ്മൾ പേടിക്കണോ? നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. ആരും അറിയാതെ നമ്മുടെ വിശ്വസ്തരായ ആരെങ്കിലും വെച്ച് അന്വേഷിക്കണം. അത് ഏടത്തെ കൊണ്ട് തന്നെ ചെയ്യിച്ചാലോ? അതിന് ഏട്ടത്തെക്കാളും പറ്റിയത് താനാ. ആ ടാസ്ക് ഞാൻ തന്നെ ഏൽപ്പിക്കുകയാണെന്ന് ഏട്ടത്തിയോട് പറയാം. ഏട്ടത്തിക്ക് സന്തോഷമാവും. അയ്യോ, എനിക്ക് വേണ്ട. ഇത്രയും വലിയ കണക്കുകളും ഓഡിറ്റുകളും എനിക്കറിയില്ല. എന്നിട്ടാണോ അയാൾക്കെതിരെ താൻ ചാട്ടുളി പോലെ ചോദ്യങ്ങൾ തൊടുത്തെന്ന് അച്ഛൻ പറഞ്ഞത്? അതോ അത് പിന്നെ കളവ് പറയുന്നവരെയും ചതിക്കുന്നവരെയും വഞ്ചിക്കുന്നവരെയൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ അറിയാതെ തന്നെ പ്രതികരിച്ചു പോവും. അപ്പോ തന്നെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത എന്നെ താൻ എന്ത് ചെയ്യും? പ്ലീസ്, നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുക. എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. ഇവർ കമ്പനിക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, ഇവർക്ക് വേണ്ടിയാ. ആ മാനേജറെ വെറുതെ വിട്ട എനിക്ക് അപകടമാ. എല്ലാ തെളിവുകളും അവന്റെ കയ്യിലുണ്ട്. ഒരു ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. കണക്കുകളും തെളിവുകളും കള്ളം പറയില്ലല്ലോ. ഞാൻ അന്ന് പറഞ്ഞ കേസില്ലേ? അതെ അതെ, അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. എന്റെ കുറച്ച് രേഖകൾ അവന്റെ കയ്യിലുണ്ട്. അത് തിരിച്ചു വാങ്ങണം. ഏയ്, കൊല്ലണ്ട. എനിക്കെതിരെ തിരിയാത്ത തരത്തിൽ ഒതുക്കിയേക്കണം. പണം എത്രയെന്ന് പറഞ്ഞാൽ മതി. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഒരു സാധാരണ അപകടമോ അല്ലെങ്കിൽ ഒരു പെൺവിഷയമോ അങ്ങനെ എന്തെങ്കിലും മതി. ഓക്കെ? അച്ഛാ, അച്ഛനിവിടെ? മോളെ ഒന്ന് കാണാൻ വന്ന. നീ തിരക്കിലാണോ? ആ അല്ലച്ചാ, ഞാൻ നമ്മുടെ ശ്വേതയുമായി സംസാരിക്കായിരുന്നു. വിജയുടെ കാര്യം പറഞ്ഞതാ. നമ്മൾ എത്ര സ്വാതന്ത്ര്യം കൊടുത്ത് നിർത്തിയതാ. അവസാനം അതങ്ങനെ വരും മോളെ. നീ ഇരിക്കെ. അർഹിക്കാത്ത അംഗീകാരവും സ്ഥാനമാനങ്ങളും സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുമ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കാതെ പോവും. അതിനി രക്തബന്ധങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാ. അതല്ലച്ചാ, എല്ലാം കള്ളത്തരങ്ങളാ. അത്രയും ഫേക്ക് ഡേറ്റകൾ ഉണ്ടാക്കാനും
അതെല്ലാം എന്നെ സച്ചിയും വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. അതാ അച്ഛൻ ആദ്യം പറഞ്ഞത്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന്. ഇനി അതല്ല അടുത്ത ടെൻഷൻ. അയാളുടെ കയ്യിൽ അയാൾ ബാക്കി ഉണ്ടാക്കി വെച്ച ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, അത് വെച്ച് അയാൾ എന്തെങ്കിലും ചെയ്യൂന്നാ. അത് വെച്ച് അയാൾക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാലോ. നീ പേടിക്കണ്ട, അതൊക്കെ നമുക്ക് നിയമപരമായി തന്നെ നേരിടാം. അയാളുടെ ബെനിഫിറ്റ്സ് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത് വരാതെ അയാൾക്ക് പോകാൻ കഴിയില്ല. എനിക്കത് ആലോചിക്കുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ. എന്റെ ഇത്ര നാളത്തെ ആത്മാർത്ഥതയല്ലേ ഒറ്റ ദിവസം കൊണ്ട് തകർന്നു വീണത്. മോള് വിഷമിക്കാതെ. എനിക്കറിയാം മോൾ ഇന്നിത് ആലോചിച്ച് ആകെ സങ്കടപ്പെട്ടിരിക്കുമെന്ന്. അതാ അച്ഛൻ ഇങ്ങോട്ട് വന്നത്. മോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. നിന്നെ ഞങ്ങൾക്കറിഞ്ഞാൽ മതി, നിന്റെ മനസ്സെന്താണെന്നും നീ ഈ കുടുംബത്തിന് വേണ്ടി എടുക്കുന്ന റിസ്ക്കും എത്രയാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. അതിനപ്പുറത്തേക്ക് നിന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇനി ഇതിൻ്റെ പുറത്തുണ്ടായ നഷ്ടങ്ങൾ അത് നിന്റെ ആത്മാർത്ഥതയുടെ അത്രയും വരില്ല. അവൻ മാനിപ്പുലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. നീ ധൈര്യമായി എങ്ങനെയാണോ പോയിരുന്നത് അങ്ങനെ തന്നെ പോണം. തളരരുത് മോളെ. തളർന്നാൽ അത് നെല്ലിശ്ശേരി കുടുംബത്തെയും കമ്പനിയെയും ബാധിക്കും. ആ മോളെ, ചേച്ചിയുടെ കൂടെ തന്നെ വേണം. നിങ്ങൾ രണ്ടുപേരും ഈ തറവാടിന്റെ വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ്. ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മോളും കൂടെ നിൽക്കണം. ശരി അങ്കിൾ, ചേച്ചി ഞാൻ നോക്കിക്കോളാം. ഉർവശിന്നാക്കണം ചേച്ചിയുടെ പേര്. അത്രയ്ക്ക് അഭിനയ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ചേച്ചി? ശക്തിയുള്ളവന്റെ കരങ്ങളിൽ തലകൊണ്ട് വെച്ചു കൊടുത്തിട്ട് കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. തന്ത്രം ഉപയോഗിച്ചേ രക്ഷപ്പെടാനാവും. ഇപ്പൊ അതുപോലത്തെ അവസ്ഥയാ എന്റെ. ആ മാനേജർ അല്ലേ, തീർത്ത് കളയണം ചേച്ചി, ആരും അറിയാതെ. ഇനി അവന്റെ ആ തെളിവുകളൊന്നും ഇവിടെ ഏൽക്കില്ല. അതിനുള്ള വഴി ഞാൻ നോക്കിയിട്ടുണ്ട്. അതിനുള്ള രഹസ്യരേഖകളും ചേച്ചിയുടെ കൈ കാണുമല്ലോ. എല്ലാം അറിയുന്നവൾ അവന്തിക എന്ന് പറയുന്നതാവും ശരി. എല്ലാം അറിയുന്നവളല്ല അവന്തിക, എല്ലാം നടത്തുന്നവളാ അവന്തിക. എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഫയല് എന്നെ ഒന്ന് കാണിച്ചു തരുമോ? അതിന് സമയമായിട്ടില്ല. അതറിയുമ്പോ നീ എന്നെ അവന്തിക ദ ഗ്രേറ്റ് എന്ന് വിളിക്കും. ആദരയോ? ഇവളെന്താ ഇത്ര രാവിലെ വിളിക്കുന്നേ? ഹലോ. ഹലോ ചേച്ചി. ആ സോറി മോളെ, ഇന്നലെ നിന്നെ വിളിക്കാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. ഇന്നലെ പ്രത്യേകിച്ച് എന്താന്ന് ചോദിച്ചാ, കമ്പനിയിലെ കുറെ കണക്കുകളും ബില്ലുകളും ഒക്കെ നോക്കാൻ മാനേജർ വന്നു. അപ്പോ അച്ഛൻ എന്നെ പിടിച്ച് കൂടിയിരുത്തി. എന്നാലും ഇത്രയും കോളുകൾ കണ്ടപ്പോ ഒന്ന് തിരിച്ചു വിളിക്കായിരുന്നു. അയ്യോ, ഞാൻ കണ്ടില്ല, അതുകൊണ്ടാ തിരിച്ചു വിളിക്കാത്തെ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്കറിയില്ലല്ലോ. ആ, എല്ലാം വിശദമായിട്ട് പറയാൻ നിന്നാ ഇല്ല. ഞാൻ അനൂപേന്റെ കൂടെ ഇരുന്ന് പഠിച്ചതൊക്കെ മറന്നുപോയെന്ന് നോക്കണം. ഇവിടെ ഇത്ര രാവിലെ ആരോടാ സംസാരിച്ചു നിൽക്കുന്നത്? കമ്പനി കാര്യങ്ങൾ വല്ലതും ആണോ? ഇത് പറയാനാണോ നീ ഇത്ര രാവിലെ തന്നെ എന്നെ വിളിച്ചെണീപ്പിച്ചേ? ഇവൾ ഉറക്കപ്പായിൽ നിന്നാണ് എഴുന്നേറ്റ് വന്നതെങ്കിൽ അനഘ പറഞ്ഞ സംശയത്തിന് ഇപ്പൊ ഉത്തരം കിട്ടും.
രണ്ടുപേരും രണ്ടായിട്ടാണോ കിടക്കുന്നതെന്ന്. ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടില്ല. ഇല്ല, വലിയ പ്രശ്നമായിരുന്നു.